അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. വസുദേവ കുടുംബം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ഏകദേശം വൈകുന്നേരത്തോടുകൂടി ആന്ധ്രാപ്രദേശ് ആണെങ്കിലും ഈ ആന്ധ്രാപ്രദേശിനെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ടല്ലോ. വിഭജിച്ച് രണ്ട് സംസ്ഥാനങ്ങൾ, തെലുങ്കാനയും ആന്ധ്രാപ്രദേശും. അപ്പോൾ തെലുങ്കാനയിലെ വാറങ്കൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി. അതിൻ്റെ വീഡിയോസ് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഇറങ്ങി പ്രദേശത്ത് തിരക്കിയപ്പോഴാണ് ഇവിടെ ഭദ്രകാളി ദേവി ക്ഷേത്രം, വലിയ പ്രശസ്തമായൊരു ഭദ്രകാളി ദേവി ക്ഷേത്രം ഉണ്ടെന്നാണെങ്കിൽ. അപ്പോൾ അങ്ങോട്ടേക്ക് രാവിലെ പുറപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞാൽ വാറങ്കൽ ജില്ലയാണ്, വാറങ്കൽ എന്ന് പറഞ്ഞൊരു ജില്ലയാണ്. തെലുങ്കാനയുടെ നമ്പർ 2ാമത്തെ ജില്ലയാണ്. ഒന്നാമത് ഹൈദരാബാദാണ്, രണ്ടാമത് തെലുങ്കാനയാണ്. തെലുങ്കാനയിലെ ഒന്നാമത് ഹൈദരാബാദ്, രണ്ടാമത് വാറങ്കൽ എന്ന് പറഞ്ഞ ജില്ലയാണ്. ആ വാറങ്കൽ എന്ന് പറഞ്ഞ ജില്ലയിലെ വാറങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. അപ്പോൾ രാവിലെ ഇവിടുന്ന് ഓട്ടോ റിക്ഷയിൽ കയറി നമ്മുടെ ഈ പറയുന്ന ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അത് ഈ ഭദ്രകാളി ദേവി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാകതീയ രാജവംശത്തിലെ അവരുടെ അല്ലെങ്കിൽ നമ്മുടെ കുലദേവത എന്നൊക്കെ പറയും, കുടുംബദേവത എന്നൊക്കെ പറയുന്നത്. അത് കുടുംബദേവതയാണ് ഈ പറയുന്ന ഭദ്രകാളി ക്ഷേത്രം. അതായത് ഏറ്റവും ഉഗ്രമായ കണ്ണുകളും അതുപോലെ വലിയ കല്ലിൽ തീർത്തൊരു ശില്പമാണ്. ഉഗ്രമായ കണ്ണുകളൊക്കെ ഉള്ള ശില്പമാണ്. ഞാൻ ആ ദേവിയെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇത് ശരിക്കും പറയാൻ സ്ഥിതി ചെയ്യുന്നത് വാറങ്കലും ഹന്നംകൊണ്ട എന്ന് പറയുന്നൊരു സ്ഥലവും ഇതിനകത്ത് ഇടയ്ക്കിലാണ്. ഈ ഇടയ്ക്ക് 2-3 കുന്നിൻ മുകളിൽ, ഈ മലമുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. ഇപ്പോൾ ഇത്രയ്ക്കിയപ്പോൾ ഷെയർ ഓട്ടോ 20 രൂപയുള്ളെന്ന് പറയും. അപ്പോൾ ഞാൻ ആ യാത്രയിൽ അങ്ങോട്ട് പോവുകയാണ്. നല്ല ശുദ്ധിയാണ് കേട്ടോ, സ്ഥലമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സ്ഥലമാണ്. ഇപ്പോൾ അവിടെ ഓട്ടോയിൽ ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞ് 30 രൂപ വേണം ഇറങ്ങി. 20 രൂപയുള്ളെന്ന് മറ്റൊരാൾക്കോട് ഇറങ്ങി പക്ഷേ 30 രൂപയ്ക്ക് വേണമെന്ന് പറഞ്ഞ് 30 രൂപ കൊടുത്തു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങിയിട്ട് എന്നോട് പുള്ളി പറയാൻ തുടങ്ങി, ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ക്ഷേത്രത്തിലേക്ക് ഉണ്ടെന്ന്. അപ്പം ഞാൻ ജസ്റ്റ് മനസ്സുകൊണ്ട് വിചാരിച്ചു ഇനിയിപ്പോൾ പുള്ളിയുടെ ഓട്ടോ വിളിച്ച് പോകാമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു. പിന്നിട്ട് എന്തോ മനസ്സിൽ തോന്നി എന്നാൽ നടക്കാമെന്ന് വിചാരിച്ചു. നടന്നു നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ തുറന്നു പറയാമല്ലോ, ആ 300 മീറ്റർ പോലും ഇല്ല. 2 കിലോമീറ്റർ പോയിട്ട് വെറും 300 മീറ്റർ പോലും നടക്കുന്നതേ ഉള്ളൂ. ഈ കാണുന്നൊരു പോളിടെക്നിക് കോളേജാണ്, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് സിറ്റിയിൽ. അതുപോലെ മരം മുറിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അടുത്തേക്ക് പോവുകയാണ്. ഞാൻ ആ വീഡിയോസ് എടുക്കാൻ വേണ്ടി ഭാഗത്തേക്ക് പോകുന്നു. മരം മുറിഞ്ഞ് കിടക്കുകയാണ്. സർക്കാരിൻ്റെ ആയതുകൊണ്ടായിരിക്കാം അതങ്ങനെ കിടക്കാതെ, ഗവൺമെൻറ് ആയതുകൊണ്ടായിരിക്കാം. ഇപ്പം എന്തോ ഈ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തം ആന്ധ്രാപ്രദേശ്, ഈ തെലുങ്ക് ആയതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ നടന്ന് ഇത് വലിയൊരു ഒരു അണക്കെട്ടുണ്ട് അവിടെ. അണക്കെട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ്, വെള്ളത്തിനുള്ള ചെറിയ പാലമാണ്, വെള്ളം പോകുന്ന ചെറിയൊരു പാലമാണ്. ശരിക്കും പറഞ്ഞാൽ കാകതീയ രാജാക്കന്മാരുടെ കുലദേവതയായ അമ്മയെ കാണാൻ വേണ്ടി, ഭദ്രകാളി ദേവിയെ കാണാൻ വേണ്ടിയാണ് യാത്ര. പോകുന്ന വഴിക്ക് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ വീഡിയോ എടുത്ത് പോവുകയാണ്. അപ്പം നിങ്ങളുടെയൊക്കെ ലൈക്കും ഷെയറും അതുപോലെ എന്താ പറയുക, അത് വലിയ പാറക്കെട്ടാണ്. ഇതൊരു അമ്പലമാണ്, ഇതൊരു ക്ഷേത്രമാണ്. അവിടെയൊക്കെ തിരിച്ച് വരുമ്പോൾ ഞാൻ കയറാം. അപ്പം നേരെ ലക്ഷ്യമാക്കുന്നത് നമ്മുടെ ഭദ്രകാളി ക്ഷേത്രത്തിലേക്കാണ്. അതുപോലെ പറഞ്ഞു വന്നത് നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ആൻഡ് ഷെയറൊക്കെ വേണം. എന്നാലേ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാൻ ഒരു പ്രചോദനമാകത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെയൊക്കെ പൂർണ്ണ പിന്തുണ എനിക്കിപ്പോൾ ഉണ്ടാകണം. അതുപോലെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്ത് അവരെ കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. 2 സൈഡിലും പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ്. ഇതൊരു ക്ഷേത്രമാണ്, ഇത് കവാടമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലെ ബ്രാഹ്മിൻസൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ് അങ്ങോട്ട്. അപ്പോൾ അതും കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ കവാടം. കവാടം കഴിഞ്ഞ് അകത്തേക്ക് നമുക്ക് പോകാനായിട്ട് അടുത്ത വീഡിയോസിനകത്ത് ബാക്കി ഭാഗങ്ങൾ ഉൾപ്പെടുത്താം. ഇപ്പോൾ പറഞ്ഞുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിച്ച് സബ്സ്ക്രൈബ് തരിക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോസിൽ ബാക്കി ഭാഗം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.